Hi friends, welcome to Geethu'S kitchen. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാംഗോ ട്രഫിൾ പേസ്ട്രി ആണ്. ഞാനൊരു പ്രൊഫഷണൽ ബേക്കറൊന്നും അല്ല. ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ബേക്ക് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യമൊക്കെ കുറേ അപാകതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ പ്രാവശ്യം ബെറ്ററായിട്ട് ചെയ്ത് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ ട്രഫിൾ പേസ്ട്രി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മാംഗോ പ്യൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കപ്പ് മാങ്ങ മിക്സിയിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ഈ മാംഗോ പ്യൂരിയിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സായി പ്യൂരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിന് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും സാധനങ്ങൾ അരിപ്പയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് വേണ്ടുന്നുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. ഇത് ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പിടുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പോളം മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാംഗോ പ്യൂരി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 3-4 ഡ്രോപ്സ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കളറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മുടെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ സ്ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് യോജിപ്പിച്ചാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ പാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ബാറ്റർ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാൻ ഇവിടെ ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാനിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ എയർ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ഏകദേശം ഒരു 35-40 മിനിറ്റോളം എടുക്കും നമ്മുടെ കേക്ക് ഒന്ന് സെറ്റായി കിട്ടാനായിട്ട്. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്നുള്ള മാംഗോ ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മാങ്ങ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം, ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം. നമ്മുടെ മാംഗോ പ്യൂരി ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ചൂടോട് കൂടി തന്നെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് വേണം കേക്കിലേക്ക് ഒഴിക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഗ്ലേസൊക്കെ കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്നുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3/4 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ സൈഡൊന്നും ചെയ്യുന്നില്ല, പേസ്ട്രി മോഡലാണല്ലോ ചെയ്യുന്നത്. അത് കാരണമാണ് ഞാനിവിടെ 3/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കപ്പ്, ഡെക്കറേഷൻ അനുസരിച്ച് ഒരു 1.5 കപ്പ് വരെയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. എന്നാലും ഒരു കുറച്ചുകൂടി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ
ക്രീം ഇവിടെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് എന്തായിട്ടെന്ന് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മോൾഡിൽ നിന്ന് തട്ടി മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ലെയർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചൂടാറിയതിന് ശേഷമാണ് ലെയർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മാംഗോ ഗ്ലേസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. വേണമെങ്കിൽ മാംഗോ പീസസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അടുത്ത ലെയറും വെച്ച് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ ഇട്ട് ക്രീമും ഇട്ട് ലെയർ ചെയ്യുക. അടുത്ത ലെയർ വെക്കുക. ഷുഗർ സിറപ്പ്, ക്രീം, മാംഗോ ഗ്ലേസ്, ചോക്ലേറ്റ് അങ്ങനെ ലെയർ ചെയ്യുക. പിന്നെ ഏറ്റവും ടോപ്പ് ലെയറിൽ ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം ക്രീം മാത്രം ഇട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് തണുത്തതിന് ശേഷമാണ് ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഞാൻ മാംഗോ ഗ്ലേസ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുകളിലത്തെ ലെയറിൽ നമുക്ക് ക്രീമൊക്കെ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഭംഗിയിലൊന്നും ലെയർ ചെയ്യേണ്ട, പേസ്ട്രി മോഡലാണല്ലോ. അതിൻ്റെ മുകളിൽ മാംഗോ ഗ്ലേസ് കൂടി വന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് കേക്ക് വീണ്ടും എടുത്ത് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അരികൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി. ഞാനിവിടെ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ അരികൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ലെവൽ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരികൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിതിവിടെ പേസ്ട്രി പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ചെറിയൊരു ഫ്ലവർ പോലെ എല്ലാ പേസ്ട്രീസിൻ്റെയും മുകളിലായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഈ കേക്കിൻ്റെ അകത്തുനിന്ന് 2 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് കൂടി ഒരു ലെയർ എടുത്തിട്ടാണ് ഞാനിവിടെ 3 ലെയർ പേസ്ട്രി ചെയ്തത്. 2 ലെയർ മതിയെങ്കിൽ 2 ലെയർ വെച്ചിട്ടാണെങ്കിലും പേസ്ട്രി ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി മാംഗോ ട്രഫിൾ പേസ്ട്രി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.